നമ്മളെ കഴിഞ്ഞ വീഡിയോൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അങ്ങനെ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ക്ലീനിങ് ആണ്. അപ്പോൾ ആദ്യത്തെ പരിപാടി പറയുന്നത് മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് വേഗം അടിച്ചു വാരി തുടച്ചിടലാണ് കേട്ടോ. അതങ്ങോട്ട് കഴിഞ്ഞാലൊരു സമാധാനമാണ്. പക്ഷേ ഇപ്പം എന്താണാവോ എൻ്റെ പണികൾ അങ്ങനെ വേഗം അങ്ങോട്ട് കഴിയുന്നേ ഇല്ല കേട്ടോ. എല്ലാവരും കൂടെ വീട്ടിലുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. ഒരു വൈകുന്നേരം ആവുന്നുണ്ട് കേട്ടോ എല്ലാ പണികളും കഴിഞ്ഞൊന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വേഗം അടിച്ചുവാരി തുടക്കലും പാത്രം കഴുകലും അങ്ങനത്തെ പണികളൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ചോറും കറീൻ്റെ പരിപാടി അങ്ങോട്ട് നോക്കട്ടെ. തീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടോ, ഒരു പകുതി മുറിച്ചിട്ട് ഒന്ന് താളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരു താളിപ്പുകളോട് പ്രത്യേക ഒരു മുഹബത്താണ് കേട്ടോ. അത് ഇല എന്താ പറയുക, ചപ്പ് തന്നെ പറഞ്ഞു, മുരിങ്ങൻ്റെ ഇല, ചീരൻ്റെ ഇല, അങ്ങനെ ആ ഒരു രീതിയിലുള്ള താളിപ്പുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഈ കുമ്പളങ്ങ താളിച്ചത്, അതിൻ്റെ കൂടെ ഒരു മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഉഷാറായിട്ടുണ്ട്. അങ്ങനെ താളിക്കാനുള്ള അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരിക്കുള്ള ബീട്രൂട്ടും ഒന്ന് ചോപ്പറിലിട്ട് ഒന്ന് വലിച്ചങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഉപ്പേരി ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി കൂന്തളൊന്ന് മുളകിട്ട് എടുക്കുകയാണ്. അപ്പം മീൻ ഇക്ക നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്ക അവിടെ നന്നാക്കി കൊണ്ട് എടുക്കുമ്പോൾ ഞാൻ അതിനുള്ള ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് ഞാൻ വെക്കുക എന്നൊന്നും എനിക്കറിയില്ല. ഞാനും യൂട്യൂബിലൊക്കെ ഒന്ന് അടിച്ച് നോക്കിയിട്ടാണ് കേട്ടോ ഇതിൻ്റെതായ രീതിയിൽ അങ്ങോട്ട് വെക്കുന്നത്. അപ്പോൾ എന്തായാലും വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടെ നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ആ ഒരു വാടുന്ന സമയം കൊണ്ട് അപ്പുറത്തുനിന്ന് നമ്മൾ കുമ്പളങ്ങേനെ ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നല്ലോണം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സംഭവം ഞാൻ ഉണ്ടാക്കിയതാണെങ്കിലും ഞാൻ എന്നെ പൊക്കി പറയാമെന്ന് വിചാരിക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ആ ഉള്ളിയും എന്താ പറയുക ഒക്കെ ഒന്ന് നല്ലോണം വാടി വന്നപ്പോൾ അതിലേക്കുള്ള മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി മുളകും പൊടി, പിന്നെ കുറച്ച് മീൻ മസാലയും കൂടെ ചേർത്തിട്ട് ഇതാട്ടോ നല്ലോണം ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് തക്കാളി അരച്ചിട്ടാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഇതാ മീനൊക്കെ നന്നാക്കി അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് മീൻ നന്നാക്കുന്ന പണി ഇക്കയാണ് കേട്ടോ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മളെ കൂന്തളൊന്ന് വേവേണ്ട താമസമേ ഉള്ളൂ. അത് കഴിഞ്ഞ പാട് ഞങ്ങൾ ചോറ് വിളമ്പിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ പിയാപ്ലക്കോര കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മീനിനെ ഞങ്ങളിവിടെ പിയാപ്ലക്കോര എന്നാണ് പറയുക. ഇനി വേറെ നാട്ടിൽ എന്താണ് എന്നുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ടും പെരക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ലഞ്ച് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല മടിയും നല്ല ചൂടോട് കൂടി എന്തൊക്കെയാണ് പറയുന്നത്, ചൂടോട് കൂടിയിട്ടുള്ള മീൻ മുളകിട്ടതും പൊരിച്ചതും താളിപ്പൊക്കെ ആയിട്ട് നല്ല ബേഷായിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ഉച്ചക്ക് അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ടാവൽ അപൂർവമാണ്. എന്തായാലും ഇന്ന് എല്ലാവരും കൂടി ഇരുന്ന് ചോറ് വയ്ക്കട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.